ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഇപ്പം നമ്മുടെ പഴയ അക്കൗണ്ട് അടിച്ചു പോയിക്കുക, ബാങ്ക് ഇട്ടേക്കുക. അപ്പോൾ അപ്പോൾ ഇനി ആദ്യം മുതൽ പുതിയ അക്കൗണ്ട് തുടങ്ങി ഇനി ആദ്യം ഒരു വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ചാനലിന് മുന്നോട്ട് തന്നെ ഇതിൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ട്, ടെലിഗ്രാം അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലിങ്കിന് ബൈ കൊടുത്തേക്കാം. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കുറച്ച് റീച്ച് ആക്കുക. കുറച്ച് വ്യൂസ് കിട്ടിയാൽ മതി, കുറച്ച് റീച്ച് ആക്കുക. പഠിക്കാൻ പറ്റുന്നത് പഠിക്കുക. എന്തായാലും ഞാൻ ബിഗിനർ ടു പ്രോ ലെവലാണ് ഞാൻ പഠിപ്പിക്കാൻ പോണത്. എന്നുവെച്ചാൽ ഇപ്പോൾ ബേസ് കാര്യങ്ങൾ പഠിപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് ഇപ്പം ഞാൻ ബേസിക്കായിട്ട് ഹൗ ടു ട്രേഡ് എടുക്കാൻ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് ആ രീതിയിൽ ഞാൻ പറഞ്ഞു തന്നുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം എന്താക്കാം, ഇതൊക്കെ അറിയുന്നെങ്കിൽ നമുക്ക് വേറെ വീഡിയോ കാണാം. അപ്പോൾ എന്തായാലും ഞാൻ തുടങ്ങാൻ പോവാണ്. ഇപ്പം നമുക്കിപ്പം ട്രേഡ് എടുക്കാൻ എന്തൊക്കെയാണ് ആവശ്യം. അപ്പോൾ നമ്മൾ ട്രേഡ് എടുക്കാൻ പോവാം. ട്രേഡ് എടുക്കണമെങ്കിൽ ആദ്യം നമുക്ക് ചാർട്ട് നോക്കാം. ചാർട്ട് നോക്കണം. ഇപ്പോൾ എന്ത് ചെയ്യുക, ചാർട്ട് നോക്കണം. ഫസ്റ്റ് നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ പോവാം. ട്രേഡിംഗ് വ്യൂ പോയിട്ട്, ട്രേഡിംഗ് വ്യൂ മീൻസ് ഒരു ആപ്പാണ്. ഈ ആപ്പ് ഇപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടാം, ആപ്പ് സ്റ്റോറിൽ കിട്ടാം, എല്ലാത്തിലും കിട്ടാം. നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ പോകാം. ട്രേഡിംഗ് വ്യൂവിൽ പോയിട്ട് നമുക്ക് ഇപ്പോൾ ഫോറക്സ് ആണോ അത് നമ്മളിപ്പോൾ ഉറപ്പിക്കുക. നമുക്കിപ്പം 3-4 മാർക്കറ്റ് അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് മെയിനായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ട്, ഷെയർ മാർക്കറ്റ്, പിന്നെ ഫോറക്സ് ഉണ്ട്, പിന്നെ ക്രിപ്റ്റോ ഉണ്ട്. അപ്പം ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ക്രിപ്റ്റോ ആൻഡ് ഫോറക്സ് ആണ്. അപ്പം നമുക്കതിനകത്ത് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ ആപ്പാണ്. അപ്പോൾ നമുക്ക് നമുക്ക് ആപ്പ് സ്റ്റോറും പ്ലേ സ്റ്റോറും കിട്ടും. അത് നിങ്ങൾ ഡൗൺലോഡാക്കി ഒന്ന് ജസ്റ്റ് കയറി വെക്കുക. ഇപ്പം അതിൻ്റെ വീഡിയോ നമ്മൾ പ്രത്യേകിച്ച് ഇടുന്നുണ്ട്. അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വെയിറ്റ് ചെയ്യും. നമുക്ക് വേണ്ട അടുത്ത ബ്രോക്കർ. അപ്പോൾ നമുക്ക് ട്രേഡ് വ്യൂ മാത്രം പോരല്ലോ. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു എൻട്രി എടുക്കണമെങ്കിൽ നമുക്കൊരു ബ്രോക്കറുണ്ട്. അപ്പോൾ നമ്മളിപ്പം ഞാൻ ആദ്യം നിങ്ങൾ ഉറപ്പിക്കുക. ആദ്യം ക്രിപ്റ്റോ ആണോ ഫോറക്സ് ആണോ നിങ്ങൾ ഉറപ്പിക്കുക. അപ്പോൾ ഞാൻ ഈ രണ്ടും ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഏത് വീഡിയോ ആണ് വേണ്ടത് നിങ്ങൾ കമൻറ്റ് അറിയിക്കുക. അപ്പോൾ നമ്മൾ ആ രീതിയിലുള്ള വീഡിയോ ആയിരിക്കും ഇനി ഇതിനകത്ത് ഇടാൻ പോകുന്നത്. ഇപ്പം ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് BTC, ബിറ്റ്കോയിൻ, ക്രിപ്റ്റോ ആണ്. ബിറ്റ്കോയിൻ വരുന്നത് വെച്ചാൽ ക്രിപ്റ്റോയിലാണ്. അപ്പം ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ക്രിപ്റ്റോ ആണ്. പക്ഷേ ഫോറക്സിൽ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഗോൾഡിൽ നമ്മൾ എടുക്കാറുണ്ട്. അല്ലാത്ത നമ്മൾ ബിറ്റ്കോയിൻ, ഇതേറിയം, അങ്ങനെ അൾട്ട് കോയിൻ ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് മെയിനായിട്ട് വേണ്ടത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ നമ്മൾ എന്തായാലും ഇതിൻ്റെ അകത്തേക്കുന്നതാണ്. നമ്മളെന്താ പറയുക, ഫോറക്സ്. അപ്പോൾ നമ്മൾ ഫോറക്സിലെ ട്രേഡിംഗ് വെച്ചു. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഫോറക്സിലെ ബ്രോക്കറേജ്. പക്ഷേ ഫോറക്സിലെ ബ്രോക്കറേജ് മാത്രം പോകില്ല, ഒരു പ്ലാറ്റ്ഫോം വേണം. മീൻസ് ഇപ്പം എനിക്ക് തോന്നുന്നു ബെറ്റർ മെറ്റാഫൈ ആയിരിക്കും. പിന്നെ എക്സ്ചേഞ്ചസ് ഉണ്ട്, അങ്ങനെ കുറേ ബ്രോക്കറേജ് ഉണ്ട്. നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് കാണാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ വേണമെങ്കിൽ നിങ്ങളെന്താ മെമ്പേഴ്സി മെസ്സേജ് ഇട്ടാൽ മതി. ഇപ്പോൾ നമുക്ക് നോക്കാം, കമൻറ്റ് ഇട്ടാൽ നമുക്ക് നോക്കാം ഏത് വീഡിയോ വേണം. നെക്സ്റ്റ് ക്രിപ്റ്റോയിൽ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബൈബിറ്റ് ആയിരുന്നു. ബട്ട് ബൈബിറ്റ് ഇന്ത്യയിൽ ബാനാക്കി, അതുകൊണ്ട് ബൈബിറ്റ് ഇപ്പം യൂസ് ആക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ യൂസ് ആക്കുന്നത് ബിഗ്നെക്സാണ്. ബിഗ്നെക്സ് മീൻസ് ബ്രോക്കർ ചാർജ് കുറച്ച് കുറയും, ആ രീതിയിലാണ് ഇപ്പം ബിഗ്നെക്സിലോട്ട് ഞാൻ മാറിയിട്ടുള്ളത്. ബിഗ്നെക്സ് മാത്രമല്ല കുറേ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ അതിനകത്തോട്ട് നിങ്ങൾക്ക് പോകാം, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ബിഗ്നെക്സ് ആണ്. അപ്പോൾ നിങ്ങൾ പറയാം, നിങ്ങൾ ഫോറക്സിലാണോ ക്രിപ്റ്റോ ആണോ നിങ്ങൾ ട്രേഡ് എടുക്കുന്നത് ആദ്യം നിങ്ങൾ ഒന്ന് ഉറപ്പിച്ച് വെച്ചേക്കാം. എന്നിട്ട് നിങ്ങൾ അറിയിച്ചാൽ മതി, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതി, നമുക്ക് നോക്കാം. എന്നിട്ട് ഏതിൽ നമുക്ക് തോന്നുന്ന വീഡിയോ ഉണ്ടായിരുന്നു. എന്തായാലും നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുമ്പോൾ ക്യാൻഡിൽ സ്റ്റിക്ക് ആ രീതിയിലാണ്, പിന്നെ ട്രേഡിംഗ് വ്യൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോ ഇപ്പം ഈ ചാനൽ തന്നെ അവൈലബിൾ ആയിട്ട് വരും. അതിപ്പോൾ തുടക്കമായിട്ട് വീഡിയോ നിങ്ങൾ എന്തായാലും സപ്പോർട്ടാക്കുക, ഷെയർ ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഗൈസ്.